ഈ സിവിൽ എഞ്ചിനീയറിംഗ് കേട്ട് മടുത്തു എന്ന് വിചാരിക്കുന്നു. എന്നാൽ സിവിൽ എഞ്ചിനീയറിംഗ് LSTD മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി 7 വകുപ്പുകൾ പറയാനുണ്ട്. അത് ഇടയ്ക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മുതൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും അതിൻ്റെ തൊഴിൽ സാധ്യതയെക്കുറിച്ചും പറയുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മളിനി എന്തൊക്കെ പഠിച്ചാലും, ഏത് കോഴ്സെടുത്ത് പഠിച്ചാലും തൊഴിൽ മാർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ മൊബൈൽ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി ആഴത്തിലുള്ള അറിവ് നേടിയേ മതിയാവും. അപ്പോൾ വിചാരിക്കും സിവിൽ എഞ്ചിനീയറിങ്ങിന് അത് വേണമെന്ന്. തീർച്ചയായിട്ടും വേണം. ഒരു ബിൽഡിംഗ് പ്ലാൻ തീർച്ചയായിട്ടും വേണം. ഒരു ബിൽഡിംഗ് പ്ലാൻ പണ്ട് കാലങ്ങളിൽ നമ്മൾ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ എന്നിവ ഡ്രോയിങ് പേപ്പറിൽ സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കുമായിരുന്നു. ഇന്ന് കഥ മാറി, സോഫ്റ്റ്വെയർ ആയിക്കഴിഞ്ഞു. പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ, സൈറ്റ് പ്ലാൻ, ലൊക്കേഷൻ പ്ലാൻ എല്ലാം കമ്പ്യൂട്ടർ ആട്ടോക്കാഡിൽ വരച്ച് അത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഹാർഡ് കോപ്പി കൊടുക്കുകയും വേണം. എന്നാൽ രണ്ടാമത് വീണ്ടും ഒരു സോഫ്റ്റ്വെയർ കൂടി വന്നു, IBPMS, ഇൻവെൻറ്റഡ് ബിൽഡിംഗ് പ്ലാൻ ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൽ ഹാർഡ് കോപ്പി കൊടുക്കണ്ട എന്നായി മാറി. വീണ്ടും അടുത്ത സോഫ്റ്റ്വെയർ വന്നു, K-സ്മാർട്ട്. അതാണ് നിലവിലുള്ള K-സ്മാർട്ട് സോഫ്റ്റ്വെയർ. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നു എന്ന് പറയാൻ കാര്യം, സോഫ്റ്റ്വെയറും ലൈസൻസിങ്ങും മാത്രമേ അറിയുന്നുള്ളൂ. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ട കാര്യം ഇല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ല. സോഫ്റ്റ്വെയർ ലൈസൻസിങ്ങും മാത്രമേ അറിയുന്നുള്ളൂ കാര്യങ്ങൾ. പ്ലാനും സെക്ഷനും എല്ലാം വരച്ച്, ലൊക്കേഷൻ പ്ലാനിൽ ഉൾപ്പെടെ ആട്ടോക്കാഡിൽ വരച്ച് സബ്മിറ്റ് ചെയ്യുക. 28 സെക്കൻഡിനകത്ത് നമുക്ക് ബിൽഡിംഗ് പ്ലാൻ, ബിൽഡിംഗ് പെർമിറ്റ് പ്ലാൻ, ബിൽഡിംഗ് പെർമിറ്റ് ഓർഡർ എന്നിവ ലൈസൻസിയുടെ കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു വരും. ഉടൻ തന്നെ എടുത്ത് പാർട്ടി കൊടുത്ത് സെറ്റ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറ്റിയിട്ട് വീട് പണി തുടങ്ങാവുന്ന സ്ഥിതിയിലെത്തി. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. എനിക്ക് പറയാനുള്ളത്, മൊബൈൽ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി നമ്മുടെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം ആയതിനാൽ അതിൽ നിന്ന് നമ്മളെ മക്കളെ മാറി നിന്നാൽ നമ്മുടെ മക്കളുടെ ഭാവി ഒരു തൊഴിൽ മേഖലയിൽ കടന്നു പോകുവാൻ ബുദ്ധിമുട്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും, ഒരറിവും ചെറുതല്ല എന്നൊരിക്കൽ കൂടി